ഹായ് ചോൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു അനന്തർ ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുബേരൻ ദിലീപിൻ്റെ പടം ഉണ്ടല്ലോ. അപ്പോൾ ആ പടത്തിൽ ദിലീപിൻ്റെ ഒരു അവസ്ഥയാണ് എൻ്റെത്. കാരണം അവർ മാസം 1-ാം തീയതി കഴിഞ്ഞാൽ അവർ കൊട്ടാരത്തിലോട്ട് പോകും, കുടിയിൽ നിന്ന് അല്ലേ. അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ അവർ അവിടുത്തെ എൻജോയ്മെൻറ്റ് സംഭവങ്ങൾ എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ വില്ലേജ് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടൗണിലോട്ട് പോകും. അപ്പോൾ ടൗണിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ കിടന്ന് വരേക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ യൂറോപ്പിലൊരു ഓണച്ചന്തയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഓണച്ചന്തയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം കാണാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഫുള്ള് സ്കിപ്പ് ചെയ്താൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്തപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസാണ്. ഡ്രസ്സ്, അതുപോലെ ഫ്രൂട്ട്സ്, അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഡ്രസ്സിനൊക്കെ അത്ര ചീപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. സമ്മർ ഡ്രസ്സുകളൊക്കെ ഞാൻ വില ചോദിച്ചപ്പോഴൊക്കെ ഞാൻ കരുതി ഇങ്ങനെ ചന്തയിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് കിട്ടുമല്ലോ, വെറ്റുകളൊന്നും സഹകരിക്കില്ല. പിന്നെ അവിടെ പച്ചക്കറികൾ നമ്മൾ അന്വേഷിക്കുന്ന സംഭവങ്ങൾ, സാമ്പാർ കഷ്ണങ്ങളോ സംഭവങ്ങളൊന്നും എനിക്ക് കിട്ടാണ്ടിരുന്നില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെജിറ്റബിളൊക്കെ. ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഐറ്റംസും ഉണ്ട്, ഇഷ്ടപ്പെടാത്ത ഐറ്റംസും ഉണ്ട്. അതൊക്കെ വാങ്ങിക്കുന്നവർക്കെല്ലാം ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ട് ക്യാപ്ചർ ചെയ്തിട്ടോ. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മുടെ എല്ലാ ഐറ്റംസും, ബെറി, അതുപോലെ പ്ലം, സ്ട്രോബെറി, അങ്ങനെ എല്ലാ ഐറ്റംസും, ആപ്പിൾ, എല്ലാ ഐറ്റംസും അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ ചീപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. വെജിറ്റബിളൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. വെജിറ്റബിൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ യൂറോപ്യൻസ് എന്താണോ മോസ്റ്റ്ലി വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് വെച്ച് നമുക്ക് കറി വയ്ക്കാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ തയ്യാറാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിക്കാം. എന്നാലും എന്താ പറയുക, ഒരു കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയത് കുറേയൊക്കെ ഒരു വർത്തായിട്ടുള്ള സംഭവങ്ങളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. റേറ്റൊക്കെ ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗാർലിക്കാണ് ഈ സാധനം. ഗാർലിക്കിനൊക്കെ വില കുറവാട്ടോ. ഇവിടുത്തെ കാശ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. നാട്ടിലോട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകില്ല. അതുകൊണ്ട് എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ ഇവിടുത്തെ നിലവാരം നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. നാട്ടിലോട്ട് നമ്മൾ ഒരു ഒന്നിന് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഈ സൺഫ്ലവറിൻ്റെ ഒക്കെ ഒരുപാട് പ്ലാന്റിങ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ കേട്ടോ. ഇവിടെ ഒരുപാട് ഗാർഡൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും കാണാൻ പോയിട്ടില്ല, എനിക്കതൊന്നും സമയം കിട്ടിയില്ല പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ആപ്പിളൊക്കെ എപ്പോഴും ഇവിടെ ചീപ്പ് റേറ്റിന് കിട്ടാറുണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈമും. പിന്നെ ഞാൻ ഈ കടയിൽ ചെന്നപ്പോൾ ഈ മാമിക്ക് അത്ര ഇഷ്ടമായില്ലെന്നൊന്ന് ഞാൻ വീഡിയോ എടുത്തൊക്കെ എന്തൊക്കെയോ പറയുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ നേരെ കയറിപ്പോയത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലോട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു, ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ സാധാരണ വാങ്ങിക്കാറ് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ്. അവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര റേറ്റ് കുറവാട്ടോ എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ എനിക്ക് 1-2 ആവശ്യങ്ങൾ, ഫിഗ്, അതുപോലെ ബദാം, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് എനിക്ക് ഭയങ്കര വർത്തായി തോന്നി. പിന്നെ ഇവർ ഈ പെറ്റ്സിൻ്റെ സംഭവം ഉണ്ടല്ലേ, പെറ്റ്സ് എന്ന് പറയുന്ന സാധനം ഇവർ എവിടെ പോകണമെങ്കിലും കൊണ്ടുനടക്കും. ഷോപ്പിലായാലും ശരി, എവിടെയായാലും ശരി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയത് ഒരു ബ്രെഡിൻ്റെ ഷോപ്പിലോട്ടാണ്. അവിടെ ഇതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തുവാ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുമില്ല കേട്ടോ. ഇവിടെ ഐറ്റംസിൽ ഇതിനകത്തോട്ട് എന്തൊക്കെയാണ് അവർ ഫിക്സ് ചെയ്യുന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് പുതിയ ഫുഡൊന്നും ഞാൻ വാങ്ങിച്ച് കഴിക്കാറില്ല. എനിക്ക് പരിചയമുള്ള വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച് കഴിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ പോയത് ഒരു പൂവിൻ്റെ ഷോപ്പിലോട്ടാണ്. എൻ്റെ പൊന്നോ, എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഞാൻ അവിടെ കയറിയ സമയത്ത് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഐറ്റം, ഇതൊന്നും പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ല, ഇതൊക്കെ ഒരു നോർമൽ ഫ്ലവേഴ്സാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷോ എന്ത് രസമായിരുന്നു. അറിയാം, കിട്ടില്ല ഫ്ലവേഴ്സ്. നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എടുത്തു വരാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു ഡെക്കറേഷനും കാര്യങ്ങളും അവർ ചെയ്ത്. ഇവിടെ ബൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലാന്റ്സ്, അതിൻ്റെ വളം, സീഡ്സ്, എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഞാൻ മൂപ്പരടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ബൊക്കേസ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, ഈ സാധനം ചീത്തയായി പോകുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. എന്തൊരു ഭംഗിയെന്നറിയാം, എല്ലാം ഭയങ്കര ഒരു ഭയങ്കര ഫ്രഷ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് സ്പെഷ്യലി ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമായതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് നേരം നോക്കി നിന്ന് പിന്നെ അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞാൻ എല്ലാം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് എന്ത് സാധനം എന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തോ ഒരു സാധനം, ഒരു സംഭവം കാണാനുണ്ട്, രസമുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ട്രെയിനിൽ ഇറങ്ങിയ തൊട്ടടുത്തായിരുന്നു ഈ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ നേരെ പോയത് പള്ളിയിലോട്ടുള്ള വഴിക്ക് കേട്ടോ. പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ് അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ലൊക്കേഷൻ വരുന്നത്. അവിടെയാണ് കൂടുതലും ടൂറിസ്റ്റുകൾ വന്ന് വരിക. എല്ലാ രാജ്യത്തുനിന്നും ആൾക്കാരും വന്നിട്ട് അവിടെ തന്നെ ഇറങ്ങുന്നുണ്ടാവുക. അതിനുശേഷം അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗൈഡും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർ
അവിടെ നിന്നൊക്കെ എല്ലായിടത്തും അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന ഒരു പ്രവണതയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് സാധാരണ ഈ പള്ളിയിലോട്ട് നടന്നിട്ടാണ് പോകാറ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ശരിക്കും വൃത്തിയിൽ കാണാൻ പറ്റും. നമ്മൾ ട്രെയിനിലും ട്രാമിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നടക്കാണ്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് എനിക്ക് പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹാഫ് ആൻ അവർ നടക്കാണ്ട്. പക്ഷെ അതൊന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ പോവാറ് നോർമലി. പിന്നെ ഇവിടുത്തെ ഒരു സ്ട്രീറ്റൊക്കെ കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ പോകുന്ന വഴി 2 ആൾക്കാർ ഇരുന്ന് പാട്ട് തന്നെ. അപ്പോൾ ആ പാട്ട് കണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ അവിടെ ആസ്വദിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ വീഡിയോസ് എടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് തന്നെ ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പെർഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു കാശ് കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാം, അല്ലാത്തവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാവരും ഇതിങ്ങനെ കുറേ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എല്ലാവരും അവരുടേതായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാ കൺട്രീസിലും ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടുത്തെ ഫുഡ് അവൈലബിലിറ്റി ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം, ഇതൊക്കെ ഫുഡിൻ്റെ ഒക്കെ കാണിക്കാം കേട്ടോ. നമുക്ക് എല്ലാ സംഭവങ്ങളും ഇതിവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ചിക്കിളി വേണം. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കണ്ട നല്ലൊരു കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ, പിള്ളേരൊക്കെ നമ്മുടെ പ്രാവിന് ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു, അവർക്ക് തീറ്റ കൊടുക്കുന്നതും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു. ഇവറ്റകൾക്കൊക്കെ എന്താ പറയുക, അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി ആയിരിക്കും. ഈ ജീവനുള്ള ജന്തുക്കളൊക്കെ നമ്മളെ തൊട്ടടുത്ത്, പക്ഷികളൊക്കെ നമ്മളടുത്ത് വന്ന് നിൽക്കുമ്പോൾ കാണുന്നൊരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ആ പിള്ളേരിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ ക്ലൈമറ്റൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിൻഡി വെതറായിരുന്നു കേട്ടോ. നമുക്കൊരു നല്ലൊരു കോൾഡ് ഫീൽ ചെയ്യുന്ന വെതറായിരുന്നു. അതാണ് ഇത്തിരി ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ഒരു ഫുഡ് അവൈലബിലിറ്റി കേട്ടോ, എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്നുള്ളത്. ഇവിടെ മെയിൻ സാധനം ബ്രെഡ്. വേറെ ലെവലാണ് ആ ബ്രെഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നെ. അത് കഴിഞ്ഞ് ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ചെന്നപ്പോൾ എന്തൊക്കെയാണ് മോമോസിൻ്റെ സ്റ്റൈലുള്ള കുറേ സാധനങ്ങൾ, പരിപ്പുവട പോലത്തെ സാധനങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. എല്ലാ സാധനങ്ങൾക്കും റേറ്റ് ഉണ്ട്. ഞാൻ നോക്കി, എല്ലായിടത്തും നോക്കി സാധനങ്ങൾക്ക് എന്താ റേറ്റ് എന്നൊക്കെ നോക്കിയപ്പം അത്യാവശ്യം വിലയുണ്ട്. അപ്പം നമുക്കൊന്നും അത് പിന്നെ വർത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വേണം, നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞൂടാ. അതുകൊണ്ട് പിന്നെ വാങ്ങിച്ച് വയ്ക്കില്ല. ഈ കാണുന്നതൊക്കെ സോസേജ് കേട്ടോ. സാധനം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറൊരു സാധനത്തിൻ്റെ പിക്ചറാണ് വരേണ്ട. ഇതൊക്കെ അമ്മമാർ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ രോമണിക്കും. എനിക്ക് സാധനം നടക്കൂല. പിന്നെ ഞാനൊരു ജ്യൂസ് കടൻ്റെ അടുത്തോട്ടാണ് പോയത്. അവിടേക്ക് നോക്കിയപ്പോൾ എന്ത് റേറ്റാണെന്നറിയോ. ഇവിടെയൊക്കെ ഓൾറെഡി ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും. എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിച്ച് കുടിക്കാം. ബട്ട് നീഡ് ഫോർ ക്യാഷ്, മണി. അത് കഴിഞ്ഞ് കുറേ നമ്മുടെ ആർട്ടായിട്ടുള്ള സാധനങ്ങൾ, കുറേ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ക്രോക്കറി ഐറ്റംസൊക്കെയാണ് ഇവിടെ കണ്ടത് ഞാൻ. പിന്നെ ഇതെന്താ വെച്ചാൽ ഒരു ടാഗ് പോലത്തെ സംഭവമാണ്. നമ്മൾ ഏതൊക്കെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെയോ സംഭവം, സ്റ്റിക്കേഴ്സ് സംഭവം, പിന്നെ എയർ ബാൻഡ്, അങ്ങനത്തെ കുറേ സാധനം. പിന്നീട് ഞാൻ പോയത് ലേഡീസിൻ്റെ ഷോപ്പിലോട്ടാ. എൻ്റെ പൊന്നോ, അവിടെ ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ ഈ കഴുത്തിലിടുന്ന സാധനങ്ങൾ, ഹിയറിങ്സ്, എൻ്റെ പൊന്നു എന്തൊരു ഭംഗിയെന്ന് പറയാം കാണുന്നത്. ആ സാധനങ്ങളെ പോലെ തന്നെ അവിടെ നിൽക്കുന്ന കുട്ടി നല്ല ഭംഗിയുണ്ട്, സെയിൽസ് ഗേള്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തോരോ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്തരെയെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് സാധനങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ മല്ലൂസ് ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മീൻസ് മല്ലൂസൊക്കെ ഉപയോഗിക്കാറുണ്ട്, മോഡേൺ ഗേൾസൊക്കെ ഉപയോഗിക്കാറുണ്ടാവും. ഇതിനൊക്കെ റേറ്റ് വെച്ചപ്പോൾ ഞാൻ ഒരു ഇയറിങ്സിന് അവിടെ പറഞ്ഞ റേറ്റ് നമ്മുടെ നാട്ടിൽ 850 രൂപയാണ്. അപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിന്ന് സ്കിപ്പായി. നമുക്ക് നടക്കില്ല. അതിന് ശേഷം പിന്നെ ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത്. ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ കാണുന്ന കുറച്ച് പേർക്ക് കണ്ടിട്ടത് ആത്മനിർവൃതി കൊള്ളാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വലിയ പ്രേക്ഷകരും സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം നിങ്ങളൊക്കെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആളുകളൊക്കെ കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ എന്നും കയറി നമുക്കിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നെ പ്രോത്സാഹിപ്പിക്കൂ എന്ന് പറയുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ദിസ് ഇസ് നോട്ട് മൈ പ്രൊഫഷൻ, സോ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. സോ വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ്, ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഞാനങ്ങനെ തിരക്കിലൂടെ നടക്കുന്ന സമയത്ത് ഞാനൊരു സംഭവം കണ്ടു. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അറബിക് ഫാമിലിയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അറബിക് ഫാമിലി ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മീൻസ് ജോർദാൻ, അർമേനിയ, അല്ല മിഡിൽ ഈസ്റ്റ് എവിടെയെങ്കിലൊക്കെ ആവാം, അറിഞ്ഞൂടാ, എവിടെയെന്ന് അറിഞ്ഞൂടാ. കുറച്ച് സ്കാഫൊക്കെ ആയിട്ടുള്ള ടീംസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ വീഡിയോയിൽ എവിടെയൊക്കെ ഉണ്ട് സംഭവം, എനിക്ക് അറിഞ്ഞൂടാ എവിടെ ഉള്ളതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ സ്ട്രീറ്റിലൊരു സിംഗേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു, വേറെ ലെവൽ സിംഗിങ്. എന്നിട്ട് രണ്ടുപേരും തകർത്ത് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ കുറേ അത്ര പേരൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് പേരൊക്കെ അത് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ബൈ.